ഹലോ ഗൈസ്, ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു ഊട്ടി യാത്രയാണ്. അപ്പോൾ കുറേ നാളായി ആഗ്രഹിക്കുന്ന എവിടെയെങ്കിലും പോകണം അങ്ങനെ ലാസ്റ്റ് സാധിച്ച ഒരു ട്രിപ്പാണ് ഊട്ടി യാത്ര. അതുകൊണ്ട് തന്നെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാനുള്ള പ്ലാനായിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ മസനഗുഡിയിൽ ഓരോ കാഴ്ചകളും നല്ല രസമുണ്ട്. അങ്ങനെ ഈ ടൈം നല്ല മഞ്ഞും കോടയും കാര്യങ്ങളെല്ലാമായിട്ട് ഊട്ടി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കോടയും അതുപോലെ തന്നെ പച്ചപ്പും കാണാനെല്ലാം നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോഫി ഡേയിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഓർഡർ ചെയ്ത ഫുഡ്. അവസാനം അങ്ങനെ ചുരം കയറിയിട്ട് അവിടെ ഒന്നൊരു മാഗി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ റിസോർട്ടിന് തപ്പി അങ്ങനെ ഒരു റിസോർട്ട് കിട്ടി. അതിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ആ റിസോർട്ടിൽ നിന്ന് കാണുന്ന വ്യൂ. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. രാവിലെ ഭയങ്കര സൺറൈസൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടൗണിലിറങ്ങി ചായ ഒക്കെ കുടിക്കാൻ പോയി. അവിടുത്തെ ഒരു മോഡി എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഫേമസ് ആണ്, എല്ലാവരും മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ്. അവിടെ പോയിട്ട് അവിടുത്തെ ഫേമസ് ആയ ഫുഡ് ഐറ്റംസ് നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ സാധനം. പിന്നെ അവിടുത്തെ ഒരു വെജ് പിസ്സ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിസോർട്ടിൽ പോയി അവിടുത്തെ മോർണിംഗ് വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സൺറൈസൊക്കെ കണ്ടിട്ട് അവിടുത്തെ ഫേമസ് ആയ ടോയ് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പോയി. ഇതാണ് ടോയ് ട്രെയിൻ. അവിടെ നമ്മൾ ബുക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് ടോയ് ട്രെയിനിൽ കയറാൻ പോവാണ്. ഊട്ടിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു ടോയ് ട്രെയിനാണിത്. ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രയും സീറ്റ് ഉണ്ടാവും. ബാക്കി നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ മോർണിംഗ് ഒരു 6 മണിക്ക് അവിടെ നിന്ന് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമുക്ക് ക്യൂ നിന്നിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. അതുകൊണ്ട് വേർത്തായിട്ടുണ്ട്. കാരണം നല്ല വ്യൂ ആണ്, മസ്റ്റ് ട്രൈ ആണ് ഇത്. അതിനുശേഷം നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോയി. അവിടെ കാണാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ പൈൻ ഫോറസ്റ്റ് ട്രീ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എൻ്റെ എന്താ പറയുക ഒരു ആഗ്രഹം തന്നെ സാധിച്ചു. കുറേ നാളായി ഇതുപോലെ ഇങ്ങനെ പോകണം വെച്ചിരുന്നത്. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ മുന്നിലൊരു വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഇത് നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് കാണുന്നത് ആ സൺറൈസ് കാണാൻ നല്ല, ആ കളറൊക്കെ കാണാൻ നല്ല രസമില്ലേ. അപ്പോൾ ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കുറേ മൂവീസിൽ കുറേ ഷോർട്സ് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഊട്ടിപ്പട്ടണം അങ്ങനെ അത്, പിന്നെ ചെയ്യ സോങ്, ഷാറുഖ് ഖാൻ്റെ ചെയ്യ സോങ്ങൊക്കെ ഈ ട്രെയിനിലാണ് എടുത്തതെന്നാണ് പറയുന്നത്. ഈ ട്രെയിനിലുള്ള വ്യൂ ആണ് ഇതൊക്കെ. ലൈക്ക് ഈ ട്രിപ്പ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒരു ലോങ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അബ്രോഡായിരുന്നു ഉണ്ടായത്. പിന്നെ ഇങ്ങനെ വെക്കേഷന് വരുന്നല്ലാണ്ട് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഇങ്ങനെ ലോങ് ട്രിപ്പ് പോകൽ കുറവാണ്. അതുകൊണ്ട് എനിക്ക് ഈ ട്രിപ്പ് ഭയങ്കര സ്പെഷ്യലാണ്. മാത്രമല്ല അടിപൊളിയൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല, 2 കപ്പിൾസായിട്ടാണ് പോയത്. അപ്പോൾ നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പാണിത്. ഊട്ടി പോകുന്ന സമയത്ത് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ മഞ്ഞൊക്കെ ഉണ്ടെന്ന്. പക്ഷേ നമ്മളൊന്നും അത് കണ്ടിട്ടില്ല കേട്ടോ. 2 ഡേയ്സ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനത്തെ ഒരു മഞ്ഞോ അങ്ങനത്തെ എന്തോ ഒരു കാര്യങ്ങളോ ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്ന ഗോഡൻലൂർ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് മഞ്ഞുള്ളതെന്നാണ് പറയുന്നത്, പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല. റിസോർട്ടിൽ നിന്ന് രാവിലെ എണീച്ചപ്പായിട്ട് ഫസ്റ്റ് അതാണ് നോക്കിയിട്ടുണ്ടായത്, പക്ഷെ ഒരു മഞ്ഞും നമ്മൾ കണ്ടിട്ടുണ്ടായിട്ടില്ല. കുറേ ആൾക്കാർ പറയുന്നത് അത് ഫേക്കാണ്, വിശ്വസിക്കണ്ട, ഉള്ളതല്ല, അതും പറഞ്ഞിട്ട് പോകണ്ട എന്നൊക്കെ. പക്ഷെ നമ്മൾ അത് നോക്കി പോയതല്ല, നമ്മൾ കുറേ നാളത്തെ ആഗ്രഹം വന്ന് നടന്നതാണ്. കുറേ നല്ല നല്ല ഷോർട്സ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കുറേയൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി കമ്മിങ് വ്ളോഗ്സിൽ നല്ല ഷോർട്സും നല്ല വ്യൂസും കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമ്മളെ ഊട്ടിയിൽ എല്ലാ സ്പോട്ടും കവർ ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഊട്ടി യാത്ര ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.